ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ BYDയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് നല്ല കറുകറുത്ത എൻ്റെ BYDയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നല്ല BYD ഹാൻഡ് എന്ന് പറയുന്ന ഒരു മോഡലാണിത്. BYDയെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ BYDയുടെ അധികം മോഡലും ഇലക്ട്രിക് കാറാണെന്ന് നമുക്കറിയാം. നമുക്ക് ആദ്യം ഹെഡ്ലൈറ്റ് തന്നെ തുടങ്ങാം. ഒരു 3 ഐസ് ക്യൂബ് മോഡൽ ഹെഡ്ലൈറ്റാണ് വരുന്നത്. അത് പ്രൊജക്ടറാണ്, LED ടൈപ്പാണ്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ മുകളിൽ ഒരു മുകളിൽ പിരികം പോലെ കാണുന്നത് ഇതിൻ്റെ DRLാണ്. ഫോഗ് ലാമ്പ് വരുന്നില്ല, പകരം അതിൻ്റെ അകത്ത് തന്നെ ഒരു LED ബൾബ് വരുന്നുണ്ട്. അത് നമ്മൾ ഇടത്തോട്ട് ഒടിക്കുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ട് ഒടിക്കുമ്പോൾ വലത്തോട്ടും അങ്ങനെ ലൈറ്റ് വരുന്ന രീതിയാണ്. ഒരു സ്ട്രിപ്പ് ലൈൻ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് ഈ അലൂമിനിയം ഡിസൈൻ്റെ താഴത്ത്. അത് ഇതിൻ്റെ ഒരു നീണ്ട രീതിയിൽ വരുന്ന ഒരു ഹെഡ്ലൈറ്റ്, അത് DRLാണ്. അതുപോലെ തന്നെ ഒരു അലൂമിനിയം ഫിനിഷിൽ ഒരു നീളത്തിൽ ഒരു വലിയ രീതിയിൽ അതിൽ BYDന്ന് ബേഡ്ജിങ് വരുന്നുണ്ട്. തൊട്ട താഴത്ത് ഹെയർ ഡാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ബമ്പറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ഫിറ്റ് ആൻഡ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. വണ്ടി ഒറ്റ നോട്ടത്തിൽ ഒരു ബെൻസ് ആണോ എടുക്കുന്നത്, ഒരു മെർസിഡസ് ആണോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഔഡി ആണോ എടുക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വൈസ് കാണുന്നത്. പിന്നെ അത്യാവശ്യം നോക്കുകയാണെങ്കിൽ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 19 ഇഞ്ചിൻ്റെ വലിയൊരു ടയറാണ് വരുന്നത്. ഇതൊരു മിഡിൽ ഓപ്ഷൻ കാറാണ്, അതുകൊണ്ടാണ് ഈ ഒരു രൂപത്തിൽ വരുന്നത്. ഫുൾ ഓപ്ഷനിൽ ഒരു ഒരു ഡയമണ്ട് കട്ട് അലോവിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ സൈഡ് ഡോറ് അത്യാവശ്യം നീറ്റ് ആൻഡ് ഫിനിഷിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അതായത് ഒരു പിരികം പോലെയാണ് സെക്കൻഡ് ഗ്ലാസും തേർഡ് ഗ്ലാസും വരുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു കോർണർ ഗ്ലാസും നമുക്ക് ഏറ്റവും ബേക്കിൽ കാണാം. ഏറ്റവും ബേക്കിലാണ് ഇതിൻ്റെ ചാർജർ ഓപ്ഷൻ വരുന്നത്. അത് ഒരു പെട്രോൾ വണ്ടിനോട് സാമ്യമുള്ള രൂപത്തിൽ തന്നെയാണ് വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു ലുക്ക് ലൈക്ക് എ പെട്രോൾ കാർ എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ രീതിയിലാണ് വണ്ടി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു കറുപ്പിൽ കുളിച്ച് കിടക്കണം. അതായത് മൊത്തം വണ്ടി ബ്ലാക്ക്. ഈ ബ്ലാക്ക് വണ്ടി ഒരു സ്പെഷ്യൽ അത്യാവശ്യം നല്ല രീതിയാണ്, കാണുമ്പോൾ തന്നെ നമുക്കൊരു കുളിർമയാണ്. ഇനി നമുക്ക് ബാക്കിൽ നോക്കുകയാണെങ്കിൽ ബാക്കിൽ BYD ഹാൻഡ് എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. ഇത് EV ആണ് എന്നുള്ളതിനുള്ള ബാഡ്ജിങ് കൂടി കാട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഓപ്ഷൻ ആയതുകൊണ്ട് BYD എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ ഓപ്ഷനിൽ മുഴുവനായിട്ട് ബിൽഡ് യുവർ ഡ്രീം എന്ന് എഴുതി കൊടുക്കും. ഒറ്റ ടച്ചിൽ ഓപ്പൺ ആവുന്ന ഒരു ബൂട്ടാണ്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് നമുക്ക് ബാക്കിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചാർജ് പുറമേ നിന്ന് നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു ബോക്സാണ്. അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും ബോക്സാണുള്ളത്. അതുപോലെ തന്നെ സൈഡിൽ BYD ഒരു ടൂൾ ബോക്സ് കാണാം, 2 സ്റ്റോറേജ് സ്പേസ് കാണാം. അതുപോലെ തന്നെ തൊട്ട് താഴത്ത് നമുക്കിതിൻ്റെ സ്പെയറും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൽ വലിയൊരു കാര്യം പറയാനുള്ളത്, ഈ വണ്ടിക്ക് സ്പെയർ വീല് വരുന്നില്ല കേട്ടോ. അത് ഞാൻ തപ്പിയിട്ടൊന്നും സ്പെയർ വീല് കണ്ടിട്ടില്ല, എവിടെ ഒളിപ്പിച്ച് വെച്ചതെന്ന് അറിയില്ല. സ്പെയർ വീലില്ലാത്ത വണ്ടി എന്ന് എനിക്കും തോന്നിപ്പോയി. മറ്റേ ബീച്ച് കളറിൽ കാണുന്നതാണ് വണ്ടിയുടെ, അതായത് സീറ്റിലിരുന്നിട്ട് ഡിക്കി ഓപ്പൺ ചെയ്ത വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ബൂട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൈയിട്ടെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. 1 ടച്ചിൽ ഫോൾഡ് ആവുന്ന ബൂട്ടാണ്. അത്യാവശ്യം എല്ലാം ഈസിയാണ്, എല്ലാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഡോർ B പില്ലർ ബ്ലാക്കാണ്. അതുപോലെ തന്നെ ഡോർ ഓപ്പണിങ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ അത് വരുന്നുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. ഇത് അൺലോക്കാണ്. അപ്പോൾ അത് പുറത്തേക്ക് ചാടി നിൽക്കുന്നത്. ലോക്ക് ചെയ്യുമ്പോൾ അകത്തേക്ക് ചേർന്ന് നിൽക്കുന്നത്. അതായത് ആർക്കും ഒരു ഉപദ്രവം എന്നെക്കൊണ്ട് ഇല്ല എന്ന് പറയുന്ന രീതിയിലാണ് ഡോൺ ഓഫറിങ് ഹാൻഡിൽ നിൽക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ പറയാം. നമ്മൾ BYDയുടെ അകത്താണ് ഇരിക്കുന്നത്. ഒരു ലക്ഷറി എന്ന് പറഞ്ഞാൽ പോരാ, ലക്ഷറി ബെൻസിൻ്റെ ഒക്കെ, അതായത് മെർസിഡസ് ബെൻസിൻ്റെ ഒക്കെ സെയിം കോപ്പി ആയിട്ട് നമുക്ക് തോന്നും ഈ വണ്ടി. ഏകദേശം ഡിസൈൻ വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മെർസിഡസിൽ യാത്ര ചെയ്ത് ആർക്കും തോന്നി ഇതൊരു മെർസിഡസ് ആണോ എന്ന്. 2 കളറിലാണ് സ്റ്റിയറിംഗ് വീല് വരുന്നത്, ഒരു ബീജും ഒരു ബ്ലാക്കും. അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്ക്രീൻ ഇവിടെ കാണാം. അതിനോട് ചേർന്നിട്ട് നമുക്ക് ചാർജിങ് പോയിന്റ് കാണാം. 2 ബോട്ടിൽ ഹോൾഡർ കാണാം. AC വെന്റ് അവിടെ ഉണ്ട്, AC വെന്റ് അവിടെ വരുന്നുണ്ട്. ആ അറ്റത്ത് 2 സാധാരണ പോലെ AC വെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഡ്രൈവിംഗ് ന്യൂട്രൽ, അതുപോലെ തന്നെ പാർക്കിംഗ്, അതുപോലെ തന്നെ ഇതൊക്കെ ഹസാർഡ് സ്വിച്ച് ഉണ്ട്. ഇത് പാർക്കിങ്ങിൻ്റെ ഹസാർഡാണ്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ, ഹാൻഡ് ബ്രേക്കിംഗ്, സ്റ്റാർട്ടിംഗ് ബട്ടൺ, മോഡ് ചേഞ്ചിങ്, ബ്രേക്ക്, അതായത് 2 രീതിയിൽ ബ്രേക്ക് സ്റ്റാൻഡേർഡ് എക്കോ ആക്കി വെക്കാൻ പറ്റുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ സീറ്റും വണ്ടിയുടെ അകമൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷറി, അത്യാവശ്യം നല്ലൊരു ലക്ഷറി എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം, ഇതിലൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഹോൾഡർ കാണാം. പിന്നെ അതുപോലെ തന്നെ ലൈറ്റൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്താൽ തന്നെ കത്തുന്ന രീതിയിലാണ്. റൂഫ് മുഴുവനായിട്ട് ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്.
പിന്നെ സീറ്റൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്ക് അത്യാവശ്യം നല്ല ലെതറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സീറ്റ് ഉള്ളത്. അതുപോലെ തന്നെ സീറ്റ് വെന്റിലേറ്റിംഗ് സീറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഏത് രീതിയാണ് വേണ്ടിയെന്ന് വെച്ചാൽ സീറ്റിൻ്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് തണുപ്പും ചൂടും എങ്ങനെയാണ് വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ക്രീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഓപ്ഷനും നമ്മൾ ആലോചിക്കുന്ന ഏത് ഓപ്ഷനും നമുക്ക് വേണ്ട എല്ലാ ഓപ്ഷനും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഇവിടെ ഇത് AC-യുടേത്, ഇത് റേഡിയോ, ആപ്പിൾ കാർപ്ലേ, അതുപോലെ തന്നെ ഹോം, ഇത് നാവിഗേഷൻ, യൂട്യൂബ്, എന്ത് വേണ്ട ഒരുവിധ എല്ലാ സംഭവങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ സ്ക്രീനിന് മറ്റൊരു വണ്ടിക്കും ഇല്ലാത്തൊരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റിയറിങ്ങിൽ ഇതാ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എന്താ പറയുക നമുക്ക് സംസാരിക്കാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ അതുപോലെ തന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതുണ്ട്. അതുപോലെ തന്നെ മോഡും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കീപ്പ് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക റൂട്ട് കാര്യങ്ങൾ 360 എന്ന് വേണ്ട ക്രൂയിസ് കൺട്രോൾ എല്ലാം നമുക്കിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എന്താ പറയുക വലിയൊരു ബാഡ്ജിങ് നമുക്ക് BYD-യുടെ കാണാം. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു ബട്ടൺ എന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷനുകളില്ലേ, ഇത് ഇത് റൊട്ടാറ്റം ബട്ടണാണിത്. ഇത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീന് നോക്കിക്കൊണ്ടിയാ ഒന്നും കൂടി നോക്കിയാൽ കാണിച്ചതാ. അത് മാത്രമല്ല ഇത് 360 ഇവിടെ തന്നെ കണ്ടോ, ഇതിൽ 360 വരുന്നുണ്ട്. 360 നമുക്ക് ഏത് രീതിയിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഫ്രണ്ടിലെ വ്യൂ, ബാക്കിലെ വ്യൂ, സൈഡ് വീലിൻ്റെ സൈഡത്തെ, മറ്റേ റൈറ്റ് സൈഡിലെ വീലിൻ്റെ സൈഡത്തെ, ബമ്പറിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ, ബാക്കിലെ ബമ്പറിൻ്റെ താഴത്തെ തട്ടിൽ 2 വ്യൂ മാത്രം. ഇനി 3D ഉണ്ട്. 3D വന്നാൽ ഇതാ നമ്മുടെ വണ്ടിക്ക് എടുക്കുന്നത് കണ്ട, സൈഡിൽ മതിൽ, ഇതാ ആ സൈഡിലെ മതിൽ അതാണ് കാണുന്നത്. ഇപ്പോൾ ഒരു വണ്ടിയിലേ പോയി, അതാ ആ വണ്ടിയാണ് കാണുന്നത്. ഇനി നമ്മുടെ ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മുമ്പിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കുറച്ച്. അതെ കണ്ടോ, എല്ലാം ഇതിൽ തന്നെ കാണുന്നുണ്ട്. ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ ലൈൻ പോകണ്ടല്ലോ നമുക്ക്, അതാ കണ്ടോ, എല്ലാം കറക്റ്റായിട്ട് ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള വെച്ചാൽ സെൻട്രൽ കൺസോളിൽ ഞാൻ പറഞ്ഞില്ല ഒരുവിധ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡോറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ, ഡാഷിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കാണ് കൂടുതൽ ലക്ഷറി. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് വെക്കാനുള്ളതുണ്ട്. ഇത് താഴത്തേക്ക് ആക്കിച്ചാൽ ഒരു ഹാൻഡ് റെസ്റ്റ് പോലെ യൂസ് ചെയ്യാം. വണ്ടിനെ കുറിച്ചൊന്നും പറയാനില്ല, കാരണം അത്രയ്ക്കും നല്ല വണ്ടിയാണ്. നമുക്ക് ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, സൈഡിൽ ബുക്ക് ഹോൾഡർ ഉണ്ട്, അതുപോലെ തന്നെ സാധനങ്ങൾ വെക്കാനുള്ള ഒരു ചെറിയൊരു പോയിന്റ്സ് വെക്കാനൊരു സംഭവങ്ങളുണ്ട്. ഇതൊക്കെ അലൂമിനിയം ഫിനിഷിലാണ്. ഡോറിൻ്റെ എന്താ പറയുക വിൻഡോ കൺട്രോളൊക്കെ വന്നിട്ടുള്ളത്. അത് വിൻഡോ കൺട്രോൾ ഉണ്ട്, ലോക്ക്, അൺലോക്ക്, മിറർ അഡ്ജസ്റ്റ്, പിന്നെ മിറർ ഫോൾഡിങ്, ഒരു ഇതെല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഇത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ എല്ലായിടത്തും ഈ വണ്ടി അവൈലബിൾ ആണ്. ഒരു ഇലക്ട്രിക് വണ്ടി, നല്ലൊരു ഇലക്ട്രിക് വണ്ടി നോക്കുന്ന ഒരാൾക്ക് ബെറ്റർ പ്രീമിയം 600 കിലോമീറ്റർ റേഞ്ച് ഒരൊറ്റ ചാർജ്. ഇപ്പം ഞാൻ കണ്ടോ 333 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് ഇപ്പം വണ്ടിയിലുണ്ട്. 49% ചാർജ് ഉണ്ട്. നമുക്ക് അതുപോലെ തന്നെ എക്കോ മോഡ്, ബ്രേക്കിനാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡ്രൈവ് മോഡിലാണ്, ഇപ്പോൾ ന്യൂട്രലാണ്, ഇപ്പോൾ പാർക്കിങ്ങിലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുവിധ എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ വണ്ടി തന്നെ ഉണ്ട്. ഏത് മോഡിലിട്ട് നമുക്ക് ഓടിക്കാം. അത്യാവശ്യം നല്ല സ്പീഡും എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലെല്ലാം നമുക്ക് ഇട്ട് ഓടിക്കാൻ പറ്റും. അപ്പം കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ, ഡ്രൈവിംഗ് വിശേഷങ്ങളായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.